ഓക്കെ, ലേണിംഗ് എന്താണ്, ലേണിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എങ്ങനെയാണ് ലേണിംഗ് നടക്കുന്നത്, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ലേണിംഗിനെ എഫക്ട് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. സോ വാട്ട് ഈസ് ലേണിംഗ്? ലേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോംപ്ലെക്സ് പ്രോസസ് ഇൻവോൾവിംഗ് അക്വയറിംഗ് നോളജ്, സ്കിൽസ് ആൻഡ് ബിഹേവിയേഴ്സ്. അതായത് ലേണിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ആൻഡ് ഈ പ്രോസസ്സിന്റെ ഔട്ട്കം എന്താണ്, നമ്മൾ എന്ത് ചെയ്യും, നോളജ് അക്വയർ ചെയ്യും, സ്കിൽ അക്വയർ ചെയ്യും, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ടൈപ്സ് ഓഫ് ബിഹേവിയർ അക്വയർ ചെയ്യും. ഓക്കെ, സോ അതാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഫണ്ടമെന്റൽ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എൻകോംപസിംഗ് എന്തൊക്കെയാണ്, എവറിത്തിങ് ഫ്രം അക്വയറിംഗ് ലാംഗ്വേജ് ടു മാസ്റ്ററിംഗ് കോംപ്ലെക്സ് കൺസെപ്റ്റ്സ്. കോംപ്ലെക്സ് നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നത് തുടങ്ങി കോംപ്ലെക്സ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് എല്ലാം പഠിക്കുന്നത്, ഇതെല്ലാം എന്തിൽ ഇൻക്ലൂഡഡ് ആണ്, ഇതെല്ലാം ലേണിംഗ് എന്ന ഫണ്ടമെന്റൽ ആസ്പെക്റ്റിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഒരു ഫണ്ടമെന്റൽ ആസ്പെക്ട് ആണ് എന്ത്, ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഡെഫിനിഷൻസ് നോക്കാം. ലേണിംഗിന്റെ ഡെഫിനിഷൻസ് എന്തൊക്കെയാണ് കണ്ടിട്ടുള്ളത്? സ്കിന്നർ ഡെഫിനിഷൻ എന്താണ്? സ്കിന്നർ ഡിഫൈൻഡ് ലേണിംഗ് ആസ് എ ചേഞ്ച് ഇൻ ബിഹേവിയർ ഡ്യൂ ടു റീഇൻഫോഴ്സ്മെന്റ് എംഫസൈസിങ് സ്റ്റിമുലസ് റെസ്പോൺസ് അസോസിയേഷൻ. അതായത് സ്കിന്നർ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ലേണിംഗ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ബിഹേവിയർ ആണ്. ഓക്കെ, ബിഹേവിയറിൽ വരുന്ന ഒരു ചേഞ്ച് ആണ്. എന്തുകൊണ്ട് വരുന്ന ചേഞ്ച് ആണ്? ഡ്യൂ ടു റീഇൻഫോഴ്സ്മെന്റ്. അതായത് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കൊടുക്കുന്ന ഒരു മീൻസ് അത് രണ്ടാമത് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എന്താണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഡ്യൂ ടു റീഇൻഫോഴ്സ്മെന്റ് എംഫസൈസിങ് സ്റ്റിമുലസ് റെസ്പോൺസ് അസോസിയേഷൻ. ഓക്കെ, അതായത് നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് ചെയ്യുമ്പോൾ നമ്മൾ അതെന്താ പറയാ, ഒരു കാര്യം എന്തായി, നമ്മൾ പഠിച്ചു പോകും അല്ലെ. ഒത്തിരി വട്ടം ചെയ്യുമ്പോൾ നമ്മൾ എന്തായി, ആ ഒരു സ്റ്റിമുലസിനെയും റെസ്പോൺസിനെയും കൂടെ എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. ഓക്കെ, ഈ കണക്ട് ചെയ്യുന്നത് എന്ത് ചെയ്യുന്ന, ഈ സ്റ്റിമുലസ് റെസ്പോൺസ് അസോസിയേഷൻ ഉണ്ടാക്കുന്ന എന്താണ്, റീഎൻഫോഴ്സ്മെന്റിലൂടെ ഉണ്ടാക്കുന്ന സ്റ്റിമുലസ് റെസ്പോൺസ് അസോസിയേഷൻ, അതുണ്ടാക്കുന്ന ചേഞ്ച് ഇൻ ബിഹേവിയർ ആണ് എന്ത്, ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം സ്കിന്നർ പറയുന്നത് ഒരു പെർട്ടിക്കുലർ നമ്മൾ സ്റ്റിമുലസ് കൊടുത്താൽ എന്ത് ചെയ്യാം, അതിനൊരു പെർട്ടിക്കുലർ റെസ്പോൺസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യും, റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യും. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ വരുന്ന ബിഹേവിയറിലുള്ള മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്, പീഗറ്റിന്റെ ഡെഫിനിഷൻ എന്താണ്? ലേണിംഗ് is an active process where individuals construct knowledge through interaction with the environment. വേജിറ്റ് പറയുന്നത് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് പ്രോസസ് ആണ്. ആക്റ്റീവ് പ്രോസസ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, നമ്മുടെ സെൻസസ് എല്ലാം ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കോഗ്നിറ്റീവ് ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു പ്രോസസ് ആണ് ലേണിംഗ്. ഓക്കെ, ലേണിംഗ് ഒരു ആക്റ്റീവ് പ്രോസസ് ആണ്. അവിടെ എന്താ സംഭവിക്കുന്നത്, individuals construct knowledge through interaction with environment. എൻവയോൺമെന്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസിലൂടെ നമ്മൾ നോളേജ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ആക്റ്റീവ് പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ലേണിംഗ് എന്ന് പറയുന്നത്. പിന്നെ തോണ്ടിക്കിന്റെ ഡെഫിനിഷൻ എന്താണ്? തോണ്ടിക് ഡിഫൈൻ ലേണിംഗ് ആസ് എ ഫോർമേഷൻ ഓഫ് കണക്ഷൻസ് ബിറ്റ്വീൻ സ്റ്റിമുലൈ ആൻഡ് റെസ്പോൺസസ് എംഫസൈസിങ് ട്രയൽ ആൻഡ് എറർ. അതായത് ഇവിടെ തോണ്ടിക് പറയുന്നതും സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസിന്റെ കണക്ഷൻ ഫൈൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഈ സ്റ്റിമുലസിന് ഈ പെർട്ടിക്കുലർ റെസ്പോൺസ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ എന്ന ആ കണക്ഷൻ മനസ്സിലാക്കുന്നതാണ് ലേണിംഗ്. പക്ഷെ ഇവിടെ ഏത് മെത്തേഡാ യൂസ് ചെയ്യുന്നത്? സ്കിന്നർ റീഇൻഫോഴ്സ്മെന്റ് മെത്തേഡ് യൂസ് ചെയ്തപ്പോൾ തോണ്ടിക്ക് ഏത് മെത്തേഡാ സജസ്റ്റ് ചെയ്യുന്നത്? ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ തിയറീസിൽ പിന്നെ കാണുകയും ചെയ്യും. ഓക്കെ, സോ ഇതാണ് ലേണിംഗിന്റെ പല ഡെഫിനിഷൻസ്. Now, what is the nature of learning? Learning in the nature എന്താണ്? Learning is a process that involves acquiring knowledge, skills, attitudes and values through experience, instruction or practice. No, learning എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നമ്മൾ സ്കിൽസ് അല്ലെങ്കിൽ നോളജ് അക്വയർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ലേണിംഗ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് അക്വയർ ചെയ്യുന്നത്? ത്രൂ എക്സ്പീരിയൻസ്, ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ പ്രാക്ടീസ് അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ, ഇതിൽ കൂടെയാണ് നമ്മൾ എന്ത് അക്വയർ ചെയ്യുന്നത്? നോളജ് അല്ലെങ്കിൽ സ്കിൽസ് നമ്മൾ അക്വയർ ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലേണിംഗ് എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ആൻഡ് ഡൈനമിക് പ്രോസസ് ദാറ്റ് ട്രാൻസ്ഫോംസ് ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി. അതായത് അതെന്താണ്? ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണ് അല്ലേ. ലേണിംഗ് നമ്മൾ എപ്പോഴാണ് തുടങ്ങുന്നത്? ബൂമ്പിൽ വെച്ച് തുടങ്ങുന്നത് ടൂംബ് വരെ, അങ്ങനെയാണ് ലേണിംഗ് പറയുന്നത്. ഓക്കെ, ലേണിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണ് ആൻഡ് ഡൈനമിക് പ്രോസസ് ആണ്. ആൻഡ് ഇത് എന്ത് ചെയ്യും? ഒരു ഇൻഡിവിജ്വലിനെ തന്നെ എന്താക്കും? മാറ്റും. ഓക്കെ, നമ്മൾ ഒരു കാര്യം ലേൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിഹേവിയർ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് തന്നെ എന്താവും?
മാറും അല്ലെ. അപ്പം ഇൻഡിവിജ്വൽസിനെ മാറ്റും, സൊസൈറ്റിയെ തന്നെ മാറ്റുന്ന ഒരു ബിഹേവിയർ, ഒരു പ്രോസസ്സാണ് എന്ത്, ലേണിംഗ് എന്ന് പറയുന്നത്. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ് ലേണിംഗ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താ, ലേണിംഗ് ഈസ് നോട്ട് എ പാസീവ് പ്രോസസ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്, ആക്റ്റീവ് ആയിട്ടുള്ള പ്രോസസ്സാണ് അല്ലേ. So learning is not a passive process of absorbing information, but it is an active process of constructing meanings and making connections between new information and existing knowledge. Learning എന്ന് പറയുന്നത് എന്താണ്, കോഗ്നിറ്റീവ് സ്കിൽസ് ഒക്കെ വളരെയധികം ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത്. പാസീവ് ആയിട്ടുള്ള പ്രോസസ്സ് അല്ല. ജസ്റ്റ് നമ്മൾ കിട്ടിയത് ഈ എന്താ പറയുക, മനപ്പാഠം പഠിക്കുന്ന ഒരു കാര്യമല്ല ലേണിംഗ്. ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളത് വേറെ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യിക്കുക, ഓക്കെ, വേറെ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ പഴയ പഠിച്ച കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക. ഇതൊക്കെയാണ് എന്ത്, ലേണിംഗ് എന്ന് പറയുന്നത്. സോ ലേണിംഗ് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്, ആക്റ്റീവ് പ്രോസസ് ആണെന്നാണ് പറയുന്നത്.